യേശുവിനോടൊപ്പമുള്ള യാത്ര. നല്ലിടയനോടൊപ്പമുള്ള ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ യഹോവയായ ദൈവമാണ് ഇടയൻ. സങ്കീർത്തനം 23-ാം അധ്യായം 1-ാം വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കു മുട്ടുണ്ടാകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യം. ഒരു ഇടയനെപ്പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്തു മാർവിടത്തിൽ ചേർത്തു വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവാണ് നല്ല ഇടയൻ എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപത്താൽ നാം നശിച്ചു പോകേണ്ടിയിരുന്നപ്പോൾ നമുക്കായി തൻ്റെ ജീവൻ നമ്മുടെ വീണ്ടെടുപ്പിനായി നൽകി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങളാണ്. ദൈവം നമ്മുടെ ഇടയൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും ദൈവം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. അങ്ങനെ കർത്താവിൻ്റെ ഇടയപരിപാലനത്തിൽ പ്രത്യാശയോടെ ജീവിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ജീവിതം നയിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉള്ളവരായിരിക്കണം. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നതിനും യേശുവിനെ അനുഗമിക്കുന്നതിനും നാം കർത്താവായ യേശുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉള്ളവരായി തീരണം. ദൈവശബ്ദം കേട്ട് അത് അനുസരിക്കുന്ന ജീവിതമാണ് ക്രിസ്തു ആടുകളായ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് ഒരു കുറവുമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും കർത്താവ് നമ്മെ അപ്പോൾ നടത്തുന്നു. കർത്താവിൻ്റെ ഇടയപരിപാലനത്തിൽ നാം ആയിരിക്കുമ്പോൾ കൂരിരുൾ താഴ്വര പോലെയുള്ള അവസ്ഥകളിൽ ആയിരുന്നാലും നാം ഒരു അനർത്ഥവും ഭയപ്പെടേണ്ടി വരികയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇടയശ്രേഷ്ഠൻ എന്നും കർത്താവായ യേശുവിനെക്കുറിച്ച് കാണുവാൻ സാധിക്കും. ആടുകളുടെ വലിയ ഇടയനും ഇടയശ്രേഷ്ഠനുമായ ക്രിസ്തു കാണിക്കുന്ന പാതയിൽ നടക്കുവാൻ കർത്താവായ യേശു നമ്മെ ഇന്നും ക്ഷണിക്കുന്നു. ഏത് അവസ്ഥയിൽ ആയിരുന്നാലും നല്ലിടയനായ കർത്താവ് കാണിക്കുന്ന പാതയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആടുകളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ അങ്ങയുടെ വിലയേറിയ സ്നേഹത്തെ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. ഇടയനായ അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ മാത്രം അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഒരു കുറവുമില്ലാതെ അനുദിനം ഞങ്ങളെ വഴിനടത്തുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.